ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാത്റൂം, അത് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൺസീൽഡ് ഫ്ലഷ്, അതായത് ഭിത്തിയുടെ അകത്ത് നമ്മൾ വെക്കുന്ന രീതിയിലുള്ള ഫ്ലഷും വാൾ ഹാങ് ക്ലോസറ്റും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഭിത്തിയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്നതാണോ അകത്തേക്ക് വെക്കുന്നതാണോ, അത് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് വെച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി വരുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഇത് തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന ഈ പ്രൊജക്ഷൻ കണ്ട ഏകദേശം ഒരു 4 ഇഞ്ചോളം നമുക്ക് ഈ പറയുന്ന പ്രൊജക്ഷൻ മാത്രം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഔട്ട്ലെറ്റ് പോകുന്നത്, അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഔട്ട്ലെറ്റ് പോകുന്ന 4 ഇഞ്ച് പൈപ്പാണ്. ഈ 4 ഇഞ്ച് പൈപ്പ് നേരെ പുറത്തുകൂടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഭിത്തിയിൽ നിന്ന് 4 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതല്ല നമ്മുടെ ഭിത്തിയുടെ അകത്തേക്കാണ് ഈ പറയുന്ന കൺസീൽ ഫ്ലഷ് കാര്യങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന 4 ഇഞ്ച് പൈപ്പ് നമ്മുടെ ഭിത്തി ഈ പറയുന്നത് ഏകദേശം 8 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ 8 ഇഞ്ചോ അല്ലെങ്കിൽ 10 ഇഞ്ചോ ആണ് നമുക്ക് ഭിത്തിയുടെ കനം വരുന്നത്. അതിൽ നല്ലൊരു ശതമാനം, ഒരു 50%, ഒരു 60%-ഓളം നമ്മൾ ഈ 4 ഇഞ്ച് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിപ്പൊളിക്കും. അപ്പോൾ ഈ കുത്തിപ്പൊളിക്കുന്ന സമയത്ത് താഴെ നമുക്ക് ബെൽറ്റ് വന്നിട്ടുണ്ടാവും, അതുപോലെ അല്ലെങ്കിൽ 1ാമത്തെ ഫ്ലോറിലാണ് ഈ വാർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ബെൽറ്റ് താഴത്തെ ഫ്ലോറിലാണ് ഈ ബെൽറ്റ് കാര്യങ്ങൾ പൊട്ടിച്ച് അതിൻ്റെ കമ്പി കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന 4 ഇഞ്ച് പൈപ്പ് നമുക്ക് കൺസീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. താഴെ കണ്ട 4 ഇഞ്ച് പൈപ്പ് ഉണ്ട് കൺസീൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ബെൽറ്റ് പൊട്ടിച്ച് മാത്രമേ നമുക്ക് ഭിത്തിയുടെ അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് എല്ലാ ബാത്റൂമിലും അങ്ങനെയല്ല. നേരെ പുറത്തേക്കുള്ള ബാത്റൂം, ഇപ്പോൾ പുറത്തുള്ള ബാത്റൂമുകളിലാണെങ്കിൽ നേരെ പുറത്തേക്ക് തുളയ്ക്കാൻ സാധിക്കും. അന്നല്ല, നമുക്ക് അല്ലാത്ത ബാത്റൂം വരുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം വരും. അപ്പോൾ നമുക്ക് സേഫ്റ്റീനെ ബാധിക്കും, വീടിൻ്റെ സേഫ്റ്റീനെ ബാധിക്കും. കാരണം മെയിൻ സ്ലാബ് ബെൽറ്റ് വരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് 4 ഇഞ്ച് പൈപ്പ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ പറയുന്ന ലെവലിൽ 4 ഇഞ്ച് പ്രൊജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കൺസീൽഡ് ഫ്ലഷ് വരുന്ന രീതിയെല്ലാം തന്നെ ഭിത്തിയിൽ ഡ്രിൽ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം കട്ട വെച്ച് കെട്ടി ടൈല് ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഹൈ സേഫ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം കണ്ട ആ ബോൾട്ട് സെറ്റ് താഴെ നിന്ന് ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 14 ഇഞ്ചാണ് നമുക്ക് ആ ബോൾട്ട് സെറ്റ് വരേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ, ബോൾട്ട് സെറ്റ് താഴെ കണ്ട കാണുന്ന 2 പൈപ്പിൻ്റെ 4 ഇഞ്ച് പൈപ്പ് 1.25 ഇഞ്ച് പൈപ്പിൻ്റെ സെൻട്രലായിട്ട് ക്ലോസറ്റിൻ്റെ സെൻട്രലിൽ വരുന്ന ബോൾട്ട് സെറ്റ്, ബോൾട്ടിലാണ് നമ്മൾ ഈ ക്ലോസറ്റ് വാൾ ഹാങ് ക്ലോസറ്റ് ഉറപ്പിക്കുന്നത്. അപ്പോൾ അത് വരുന്നത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 14 ഇഞ്ചാണ് നമ്മളതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ നമ്മൾ സൈഡുകളിൽ നമ്മളൊരു വാൽവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് കണ്ടോ, ഈ 2D അത് കണ്ടോ, അതായത് ഫ്ലഷിൻ്റെ അകത്ത് നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് കൈയിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ വാൽവുകളോ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെയുള്ള ഫ്ലഷ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അത് വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ആ പറയുന്ന അവിടെയാണ് നമ്മുടെ പുഷ് ബട്ടൺ വരുന്നത്, അതായത് സ്വിച്ച് വരുന്നത്. അതായത് നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന ക്ലോസറ്റിൻ്റെ അവിടെ ഫ്ലഷ് ചെയ്യുന്ന പുഷ് ബട്ടൺ വരുന്നത്. അത് നമ്മൾ പുഷ് ബട്ടൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലേറ്റ് മാറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലൂടെ കൈയിട്ട് എന്തും ചെയ്യാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ പോലെ എന്ത് കംപ്ലയിൻ്റ് ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് കൈയിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാൽവുകളാണെങ്കിലും അതിൻ്റെ അകത്ത് വരുന്ന ആംഗിൾ കൊക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ലിബറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ജബ്രീറ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ജബ്രീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ജാഗൂർ ആണെങ്കിലും കുഴപ്പമില്ല, അത് പാരിവെയർ ആണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാ കമ്പനികളും സെറ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാ കമ്പനികളും തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് ഇറക്കുന്നുണ്ട്. അതായത് കൺസീൽഡ് ഫ്ലഷ് ഇറക്കുന്നുണ്ട്. ഏകദേശം ഒരു കൺസീൽഡ് ഫ്ലഷിൻ്റെ സെറ്റ് ഹാഫ് ഫ്രെയിമൊക്കെ ഏകദേശം ഒരു 4000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഈ പറഞ്ഞ പോലെ ലെങ്തി വീഡിയോ ആയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.